നമസ്കാരം. നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് ആദ്യം സംസാരിക്കുന്നത് അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ച വിധി നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി ഏതൊക്കെ കക്ഷികൾ ആർക്കൊക്കെ ഏതൊക്കെ പാർട്ടികൾക്ക് എന്തുമാത്രം പണം കൊടുത്തു എന്നതിൻ്റെ വിശദാംശം മുഴുവൻ സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി അന്ന് ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞു. പക്ഷേ ആ കണക്കുകൾ എടുക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്നാണ് എസ് ബി ഐ ആണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക്. അപ്പോൾ ഈ ആർക്കൊക്കെ ഇതുവഴി പണം വന്നു എന്നതിൻ്റെ കണക്ക് സമർപ്പിക്കാൻ 6 മാസത്തെങ്കിലും സമയം വേണം. വളരെ വലിയ പ്രോസസ്സാണിതെന്നാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നൽകിയ ഹർജിയിൽ പറയുന്നത്. ഓൾറെഡി കോടതി പറഞ്ഞ സമയം കഴിഞ്ഞ ശേഷം കൂടുതൽ സമയം ചോദിച്ചു. പക്ഷേ സുപ്രീം കോടതി നാളെ വൈകുന്നേരത്തിന് മുമ്പ് മുഴുവൻ കണക്കുകളും ഹാജരാക്കിയിരിക്കണം, ഇനി കൂടുതൽ ദീർഘസമയം തരാൻ കഴിയില്ല, വരുന്ന വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പ്രസിദ്ധീകരിച്ചിരിക്കണമെന്ന് SBIയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയ വശമുള്ളത് SBI ഇങ്ങനെ അനാവശ്യമായിട്ട് സമയം കൂടുതൽ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പണം വന്നത് ആർക്കൊക്കെ എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ SBI ആഗ്രഹിക്കുന്നു. അതിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട്. കാരണം ഏറ്റവും അധികം പണം കിട്ടിയത് BJPക്കാണെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന അണ്ടർസ്റ്റുഡായ സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നത് അഴിമതി വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കുന്ന BJPയുടെ ഒരു പ്രതിച്ഛായയ്ക്ക് പരിങ്ങലുണ്ടാക്കും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ BJPക്ക് വേണ്ടി കൂടുതൽ സമയം ചോദിക്കുന്നതാണ്. സാധാരണ നിലയ്ക്ക് ബാങ്കിങ് ഡേറ്റാസൊക്കെ കിട്ടാൻ നമുക്കറിയാം നിമിഷാർദ്ധങ്ങൾ മാത്രം മതി. അത്രയും ഡിജിറ്റലൈസ്ഡ് ആയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്കുകൾ നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. അപ്പോൾ ഇത് കനത്ത തിരിച്ചടി SBIക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരർത്ഥത്തിൽ അത് BJPക്കും കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണാം. ദാവൂദ് സാഹിബ്, സത്യത്തിൽ BJP ഇങ്ങനെ അവർ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പണത്തിൻ്റെ കണക്ക് പുറത്തു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ അന്ന് മോദി പറഞ്ഞ ഓർമ്മയുണ്ട്, ഈ കുചേലൻ്റെ കാലത്ത് കോടതി ഉണ്ടായിരുന്നെങ്കിൽ കുചാലൻ കൃഷ്ണന് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോദി അതിനെ ഡിഫെൻഡ് ചെയ്തത്. സത്യത്തിൽ BJPയെ സംബന്ധിച്ച് ഈ കണക്ക് പുറത്തു വരുന്ന അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണോ? വലിയ പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അവർ ഈ ഡോണേഴ്സ് ഉണ്ടല്ലോ, ഈ ബോണ്ടുകൾ മേടിച്ച ആളുകൾ, അവരോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അവർക്ക് ഇത് പുറത്തു വരുന്നതിൽ പ്രയാസം ഉണ്ടാവും. ഞങ്ങൾ ഇത്രയും അധികം തുക BJPക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഈ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ഭാഗത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുന്നവരാണ് എന്നൊരു പ്രതിച്ഛായ വരുന്നത് അവർക്ക് അത്ര പറയുന്നുണ്ട്. തരുന്നവർക്ക് അറിയാൻ പ്രൈവസി സൂക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അവരോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിലനിർത്തുക എന്ന്. രണ്ടാമത് ഭാവിയിൽ ഇതിങ്ങനെ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആകുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ആവേശത്തിൽ നാളെ ആളുകൾ വന്ന് തന്നുകൊള്ളണമെന്നില്ല. ഇപ്പോൾ തരുന്നവർ തന്നെ എല്ലാവർക്കും അതിൻ്റെ ഒരു വിഹിതമനുസരിച്ച് BJPക്ക് ഇത്ര, കോൺഗ്രസ്സിന് ഇത്ര, ഓരോരുത്തരുടെയും ശക്തിക്കനുസരിച്ച് കൊടുക്കാനായിരിക്കും അവർ താല്പര്യപ്പെടുക. ഞങ്ങൾക്ക് മാത്രം എക്സ്ക്ലൂസീവായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും എന്ന ഭയമായിരിക്കും BJPക്ക് ഉണ്ടാകുക. അല്ലാതെ ഈ പറയുന്ന അഴിമതി അല്ലെ ഇത്രയും പൈസ മേടിച്ചു എന്നതിനെക്കുറിച്ച് ഭയമൊന്നും അവർക്ക് ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ അതിനകത്ത് അതവർ ചിലപ്പോൾ അലവസരപ്പെടുത്തണം. അപ്പോൾ അതിൽ പരമാവധി പിടിച്ചു നോക്കി കോടതി ഇത് വന്നപ്പോൾ അതിനെ എതിർത്ത് നോക്കി. അവസാനം വിധി വന്നു. പിന്നെ SBI എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് ധരിച്ചിരുന്നത് എന്താണ്? അത് ഓഫ് കോഴ്സ് അതൊരു പബ്ലിക് സെക്ടർ ബാങ്ക് ആണെങ്കിലും അതിനൊരു സ്വതന്ത്രമായ നിലപാടുണ്ടെന്നാണല്ലോ നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയല്ല. നേരത്തെ റിസർവ് ബാങ്കും അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലായി. രഘുറാം രാജനൊക്കെ പോയതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അപ്പോൾ SBIക്ക് എന്താ അവർ പറയുന്നത്, ഞങ്ങൾക്കത് സാധിക്കുന്നില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ ലിസ്റ്റ് കൊടുക്കാൻ ഈ ഫെബ്രുവരി 15 ഈ വിധി 26 ദിവസമായിട്ട് അവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന് ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്നു. ഇവർ ഒരു പക്ഷേ ഇങ്ങനെ പറയാം, BJP ഈ സൈബർ ഇങ്ങനെ പറയാം, 1955-6 മറ്റാണ് SBI ഇന്നത്തെ രൂപത്തിലുള്ള SBI ഫോം ചെയ്യപ്പെടുന്നത്. നെഹ്റുവിൻ്റെ കാലത്തുണ്ടാക്കിയ ബാങ്കാണ്. അപ്പോൾ നെഹ്റുവിൻ്റെ കാലത്തുണ്ടാക്കിയ ബാങ്കിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇന്ത്യയിലെ ബാങ്കിങ് ഫിനാൻസ് സെക്ടറിൻ്റെ 23% കൈകാര്യം ചെയ്യുന്ന ലോകത്ത് തന്നെ മുൻനിര ബാങ്കുകളിൽപ്പെട്ട ഒരു ബാങ്കാണ്. അപ്പോൾ അവരുടെ സംവിധാനം ഇത്രയും ദുർബലമാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ വിവരങ്ങൾ രണ്ട് സ്ഥലത്താണ് അത് മാച്ച് ചെയ്യാൻ, ബോണ്ട് നമ്പറും ഇതും മാച്ച് ചെയ്യാൻ എങ്ങനെ സാധിക്കും, അതിന് ഇച്ചിരി പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിവേ ഈ വിധി എനിക്ക് തോന്നുന്നത് നമ്മളുടെ അങ്ങനെ ഉണ്ടല്ലോ, ഈ നിരാശ നിറയുന്നൊരു കാലത്ത് പിന്നെ ചില പ്രതീക്ഷകൾ നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ
ഇപ്പോൾ വരുമ്പോൾ ഒരു കാർട്ടൂൺ കണ്ടു നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതായിട്ട്, ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ജസ്റ്റിസ് ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ജസ്റ്റിസ് തന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ് എന്ന് നരേന്ദ്രമോദി ജസ്റ്റിസ് ഉടലോടെ ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു കാലത്ത് ഇങ്ങനൊരു വിധി വരുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അജിംസിപ്പ് അതിനകത്ത് വിധിയെക്കുറിച്ച് എല്ലാവരും പറയുന്നു. സാധാരണ നിലയ്ക്ക് SBI ഒരു സമയം ചോദിച്ചാൽ വേണമെങ്കിൽ കൊടുത്താലും ആളുകൾ വലിയൊരു തെറ്റ് പറയില്ല. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രീം കോടതി നാളെ വൈകുന്നേരത്തിന് മുമ്പ് കണക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ ഇടപെടലായിട്ടല്ല. ആളുകൾ അതിനെ വലിയ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. അത് അങ്ങനെ കോടതിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കോടതി ഇപ്പോൾ 26 ദിവസം മുമ്പാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇലക്ട്രൽ ബോണ്ടുകളെന്ന് വിധി പുറപ്പെടുവിക്കുകയും പിന്നീട് SBIയോട് കണക്ക് ഹാജരാക്കാൻ പറയുകയും ചെയ്തു. അപ്പോൾ സാധാരണ രീതിയിൽ അവർക്ക് കണക്ക് ഹാജരാക്കിയാൽ മതി. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഒരു ഹർജിയായിട്ട് പോയി ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്ന്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ജുഡീഷ്യൽ ഓഫീസേഴ്സാണല്ലോ നമ്മുടെ ചീഫ് ജസ്റ്റിസും സഹജഡ്ജിമാരൊക്കെ. അവരുടെ ബുദ്ധിയെ തന്നെ പരിഹസിക്കുന്ന രീതിയിലാണ് ഹർജി. ഞങ്ങൾക്ക് 6 മാസം വേണം ഇത് കണക്ക് ടാലി ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കോർ ബാങ്കിങ് സിസ്റ്റത്തിലല്ല ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ എന്നാണ്. കോർ ബാങ്കിങ് സിസ്റ്റം തന്നെ ഉണ്ടാക്കിയത്. നിഷാദ് മനസ്സിലാക്കണം, കോർ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ രാജ്യത്തുള്ള മുഴുവൻ ബാങ്കുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് കോർ ബാങ്കിങ്. എല്ലാ ബാങ്കുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്. എന്നിട്ട് ഇവരെന്താണ് പറയുന്നത്? ഞങ്ങളുടെ കോർ ബാങ്കിങ് സിസ്റ്റത്തിലല്ല ഇതിൻ്റെ ഡാറ്റ വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് വായിക്കുന്ന ജഡ്ജിമാർക്ക് ഇത് ഞങ്ങളെ ഫൂളാക്കുവാണെന്ന് തോന്നുമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ പ്രശാന്ത് ഭൂഷൺ കൂടുതൽ വാദിക്കാൻ വന്നപ്പോൾ നിൽക്ക് ഞങ്ങൾ ഈ വിധി പറയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് ഭൂഷണോട് കൂടുതൽ വാദിച്ചില്ല, ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ ഹാജരാക്കാൻ പറയുന്നത്. അതായത് എത്രയ്ക്ക് എന്തൊക്കെ പോരായ്മകൾ പറഞ്ഞാലും നമ്മുടെ ബുദ്ധിയെ പരിഹസിക്കുന്ന രീതിയിൽ ഒരു ഹർജി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഫ്യൂരിയേറ്റഡ് ആവും. അതാണ് ഇന്ന് അവിടെ ഉണ്ടായത്. ഇനി മറ്റൊന്ന്, ഈ വിധി ഒരർത്ഥത്തിലും BJPക്ക് ആശ്വാസം കൂടിയാണ്. അതിൻ്റെ കാരണം കൂടി പറയാം. ഈ വിധി വായിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഹരീഷ് സാൽവെ പറഞ്ഞു SBIക്ക് വേണ്ടി അദ്ദേഹമാണ് ഹാജരായത്. ഹരീഷ് സാൽവെയൊക്കെ ഹാജരാക്കണമെങ്കിൽ എത്രമാത്രം സമ്മർദ്ദത്തിലായിരുന്നു SBI എന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തെ ഏറ്റവും വില പിടിച്ച വക്കീലാണ് ഹരീഷ് സാൽവെ. അപ്പോൾ ഹരീഷ് സാൽവെ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് ഡാറ്റ കൊടുക്കാം, പക്ഷേ ഇത് കമ്പയൽ ചെയ്യാൻ പ്രശ്നമാണ്. അതായത് ബോണ്ട് ആര് വാങ്ങി അത് ആർക്ക് കൊടുത്തു എന്ന് കമ്പയൽ ചെയ്യാൻ പറ്റില്ല. ആ വാങ്ങിയവരുടെ പേര് തരാം, അത് സ്വീകരിച്ചവരുടെ പേര് തരാം, അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിവരം കമ്പയൽ ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അത് ആവശ്യമില്ല, നിങ്ങൾ വിവരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കമ്പയൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആർക്ക് കൊടുത്തു, ആര് വാങ്ങി ആർക്ക് കൊടുത്തു എന്ന വിവരം കിട്ടില്ല എന്ന് പറയുന്നത് BJPക്ക് വലിയ ആശ്വാസമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തിനാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവരുന്നത്? ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവരുന്നതിൻ്റെ ന്യായീകരണമായി അന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞെന്താണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുമ്പോൾ രാഷ്ട്രീയ വിരോധം വച്ച് അതത് സർക്കാരുകൾ അവരെ വേട്ടയാടരുത്. ഇതാണ് പറഞ്ഞൊരു ന്യായം. അതായത് കൊടുക്കുന്നവൻ്റെ KYC അറിയില്ല, ആരാണ് കൊടുക്കുന്നതെന്ന് മറ്റവർക്ക് അറിയില്ല. SBIയിൽ നിന്ന് ഒരാൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാൽ അതാരാണ് അത് വാങ്ങിയതെന്ന് അറിയാനുള്ള സംവിധാനം അത് ഇലക്ട്രൽ ബോണ്ടിൽ തന്നെ ഉണ്ട്. അത് അന്ന് തന്നെ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്ന വിവരമാണ്. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു കോപ്പിയിൽ സാധാരണ നഗ്നനേത്രങ്ങൾ കാണാൻ പറ്റാത്തൊരു നമ്പറുണ്ട്. ആ നമ്പറാണ് അതിലെ പ്രശ്നം. അത് നഗ്നനേത്രങ്ങൾ കാണരുത്. അത് എത്ര ഇലക്ട്രൽ ബോണ്ടുകൾ അച്ചടിച്ചിട്ടുണ്ട് എന്ന് RTI വഴി സെക്യൂരിറ്റി പ്രസ് ചോദിച്ചിട്ട് അതിന് വിവരം കിട്ടിയിട്ടില്ല. എത്ര എണ്ണം അടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമുക്കറിയാത്ത കാര്യമാണ്. 2, ഇതിലുള്ള ഈ പറയുന്ന നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത ഇൻഫ്രാറെഡ് രശ്മിയിൽ മാത്രം വായിക്കാൻ കഴിയുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പർ എന്തിനാണ്? അതാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ആരാണത് വാങ്ങിച്ചതെന്ന് കൃത്യമായി ആർക്കറിയാൻ പറ്റും? SBIക്ക് അറിയാൻ പറ്റും, SBI നിയന്ത്രിക്കുന്ന സർക്കാരിന് അറിയാൻ പറ്റും. SBI നിയന്ത്രിക്കുന്ന സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതേ SBI ആണ് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ കൽക്കരി ഖനി തുടങ്ങാൻ വേണ്ടി അദാനിക്ക് വായ്പ കൊടുത്തത്. ആ വായ്പയ്ക്കെതിരെ ഓസ്ട്രേലിയയിൽ പ്രശ്നമുണ്ട്. SBIക്കെതിരെ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ അവിടെ പരിസ്ഥിതിവാദികൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് നമ്മൾ ഓർമ്മയുണ്ടാവും. അത് മാത്രമല്ല SBIയെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടാണ് വായ്പ കൊടുത്തത്. അപ്പോൾ എന്താണ് ആ ബന്ധം നമുക്ക് മനസ്സിലാവും, ആരാണ് അദാനിയെന്നും ഓർക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിലെ ഈ ഇലക്ട്രൽ ബോണ്ടുള്ള ഏറ്റവും വലിയ അപകടം എന്ന് ചൂണ്ടിക്കാട്ടിയത് വിദേശ രാജ്യത്തുള്ളൊരു കമ്പനിക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാം. അവർക്കൊരു ഷെൽ കമ്പനി ഉണ്ടാക്കി വാങ്ങാം. ആരാണെന്നറിയുന്നില്ലല്ലോ, ആരാണിത് വാങ്ങുന്നത്, ആർക്കാണ് കൊടുക്കുന്നത് അറിയുന്നില്ലെങ്കിൽ ആർക്കും വാങ്ങാം. അപ്പോൾ ഈ ഷെൽ കമ്പനി എന്നുള്ള പ്രത്യേക അടിവരായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഷെൽ കമ്പനികൾ വഴിയാണ് രാജ്യത്തെ ഈ കള്ളപ്പണം ഒഴുകുന്നത്. ഈ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ് ആര്? നരേന്ദ്രമോദി. വിദേശങ്ങളിൽ ഉദാഹരണത്തിന് മൗറീഷ്യസ്, സീഷെൽസ് പോലുള്ള ഈ പറയുന്ന ടാക്സ് ഹാവനുകളിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള കള്ളപ്പണം ധാരാളമായി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാജ്യത്തേക്ക് വന്നിട്ടുണ്ടെന്ന് ന്യായമായി സംശയിക്കണം. കള്ളപ്പണം അവിടെ ഉണ്ടെങ്കിൽ ആ കള്ളപ്പണം എന്ത് ചെയ്തിട്ടുണ്ടാവും? പലതരം ഷെൽ കമ്പനികൾ വഴി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ വിവരം കൊടുത്തു കഴിയുമ്പോൾ ആരാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് എന്ന ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറേ കമ്പനികളുടെ പേര് വായിക്കും. കമ്പനികളുടെ പേര് വായിച്ച് അതിൻ്റെ അഡ്രസ്സ് തപ്പി ചെല്ലുമ്പോൾ സീഷെൽസിൽ ഏതെങ്കിലും തെരുവിൽ ഒരൊറ്റ മുറി വീട്ടിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുക.
ഇത് ആരാണ്? മാധ്യമങ്ങൾക്ക് ഇനി ഇരട്ടിപ്പണിയാണ്, ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിലൊക്കെ ഇരട്ടിപ്പണിയാണ്. ഇനി അതിലുള്ള ഡയറക്ടേഴ്സ് ആരാണ്, ആ ഡയറക്ടേഴ്സിൻ്റെ വേറബിൾസ് എവിടെയാണ്, അവർക്ക് മറ്റേതൊക്കെ കമ്പനിയായിട്ട് ബന്ധം, ഇങ്ങനെ തപ്പിയൊരു 2 വർഷം കൂടി പോകുമായിരിക്കും. 2-3 വർഷത്തിനുള്ളിൽ ആ വിവരങ്ങൾ വരുമ്പോഴത്തേക്കും പണി കഴിയും. അപ്പോൾ BJP യെ സംബന്ധിച്ച് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ആർക്ക് വാങ്ങി ആർക്ക് കൊടുത്തു എന്ന വിവരം പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന കോടതിയുടെ തീരുമാനം BJPക്ക് ആശ്വാസമാണ്. പക്ഷേ ഇതിലൊരു കാര്യം, രാഷ്ട്രീയമാണ്. കാശെത്ര വന്നു എന്നറിയാം, അത് ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്, അത് വളരെ പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്ത ലിസ്റ്റ് മുമ്പ് പുറത്തു വന്നിരുന്നു. ADR തന്നെ പുറത്തുവിട്ടിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴിയല്ലാതെ ഈ ഇലക്ഷൻ ട്രസ്റ്റ് വഴി അങ്ങനെ ഒരു സംവിധാനം കൂടിയുണ്ട്. ഇലക്ഷൻ ട്രസ്റ്റ് വഴി കൊടുത്ത ഫണ്ടിൻ്റെ കണക്ക് പുറത്തു വന്നിരുന്നു. ആ കൊടുത്ത കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കമ്പനികൾ, BJPക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്ത 3 കമ്പനികളിൽ കഴിഞ്ഞ വർഷം റെയ്ഡ് നടന്നതാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് നിരന്തരമായി ED റെയ്ഡ് നടക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ED റെയ്ഡ് നടക്കുക, അവരുകൊണ്ട് BJP പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് എക്സ്റ്റോർഷൻ, അങ്ങനെയാണ് അതിന് പറയുക. മറ്റൊന്ന് ഈ പറയുന്നത് പോലെ ഷെൽ കമ്പനികൾ വഴി കള്ളപ്പണം വരുന്നു. ഇത് രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇലക്ഷന് മുമ്പ് ഈ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ വെച്ച് തന്നെ പറയാം. പക്ഷെ പറഞ്ഞിട്ട് ആരോട് പറയാൻ, ആർക്ക് മനസ്സിലാവാൻ എന്നുള്ളതൊക്കെ വേറെ കാര്യം. എന്തായാലും ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ വ്യക്തികളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കാൻ വേണ്ടി ഈ ബോണ്ട് വാങ്ങിച്ചതെന്ന വിവരം പുറത്തു വരും. ആരാണ് വാങ്ങിച്ചത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയതെന്ന വിവരവും ശരിയായ ഡേറ്റ പുറത്തു വരികയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. പക്ഷെ ആർക്കൊക്കെ കൊടുത്തു എന്ന നിലയ്ക്കുള്ള പൂരിപ്പിക്കൽ ഇപ്പോൾ സാധ്യമാവും തോന്നുന്നില്ല. SBI അത് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശ്വാസം അതിനകത്തുണ്ട്.